ഹലോ ഗായ്സ്, ഇത് വല്ലപ്പോഴും കാണുന്ന കാഴ്ചയാണ്. രാവിലെ ഇന്ന് നോമ്പ് പിടിക്കാൻ വേണ്ടി എണിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റിയ ട്രെയിൻ രാവിലെ പോകുന്നത്. എത്ര മണിക്കൊക്കെ ട്രെയിൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഈ ഭാഗത്തൂടെയാണ് ട്രെയിനൊക്കെ പോകുന്നത്. പിന്നെ രാവിലെ എണിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കയ്യോട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നേരത്തെ ജോലിയൊക്കെ ഒതുക്കാന്ന് പറഞ്ഞുകൊണ്ട് കയറിയാണ്. മീനൊക്കെ എടുത്ത് വെളി വെച്ച് ചോറ് റൈസ് കുക്കർ ആയതുകൊണ്ട് ചോറും വെച്ച് പിന്നെ പച്ചടിയും വെച്ച് സാമ്പാറും വെച്ച്. സാമ്പാർ പിന്നെ അപ്പത്തിനും കൂടി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചത്. പിന്നെ ഞാൻ മക്കളെയൊക്കെ എഴുന്നേൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തിട്ട് ഞാൻ കുളിപ്പിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഡ്രസ്സിലെല്ലാം ഇവരാക്കും യൂണിഫോമിൽ ഭയങ്കര ടാസ്ക്കാണത്. പിന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഓർത്ത യൂണിഫോം തേച്ചില്ലെന്ന് പിന്നെ ഓരോരുത്തരായിട്ട് തേച്ച് ഓരോരുത്തർക്ക് കയ്യോടങ്ങ് ഇട്ട് കൊടുക്കുവാണ്. മൂന്നും ഒരുമിച്ച് അങ്ങ് തേച്ചില്ല. ഒരാൾക്ക് ഇട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാളന്ന് അതിൻ്റെ ഇടയ്ക്ക് പോയി യൂണിഫോം ഇട്ട് തേക്കാതെ തന്നെ പിന്നെ അത് ഊരി മേടിച്ചിട്ട് പിന്നെ അയാളെയും തേച്ച് അയാളെ സെറ്റായി കൊടുക്കണം. അയാൾക്ക് പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. പിന്നെ അയാളെ പിന്നെ പെട്ടെന്ന് വേണം, അയാൾക്ക് പിന്നെ എല്ലാം ഫസ്റ്റ് വേണം. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഈ ടൈ ബെൽറ്റ് ഷോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇടാൻ ഭയങ്കര മെനക്കേടാണ്. കാരണം ഒരേപോലത്തേക്ക് ആയതുകൊണ്ട് തിരഞ്ഞു പിടിച്ച് വേണം എടുക്കാൻ. പിന്നെ ബെൽറ്റ് ടൈ ഇതൊക്കെ ഭയങ്കര പാടാണ് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കൈയോടെ ഹാദിയാണ് ഒരിക്കൽ ഏറ്റവും വലിയ പാട്. എങ്ങനെ എത്ര കെട്ടിക്കൊടുത്താലും ഇഷ്ടപ്പെടത്തില്ല. സമയമില്ലാത്ത സമയത്താണ് ഹാദിക്ക് ഓരോ ഇഷ്ടങ്ങൾ. പിന്നെ ആ ഇതെല്ലാം ഒന്നും ഹാദിക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇവൻ്റെ ഒരു ടാസ്ക്കാണ്. ഇവൻ്റെ പാൻറ് ഇടുന്നത് ഇതെല്ലാം ഇവൻ ഭയങ്കര സ്ലോ ആണ്. പിന്നെ അവനും എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ 3 പേർക്കും പാൽ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞ് എല്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവസാനം ഇറങ്ങാൻ നേരെ പാൽ കുടിച്ചിട്ട് പോകത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വിളിച്ച് വരുത്തി കൊടുക്കണം. ഒരാളാണെങ്കിൽ കിറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്, രണ്ടവരാണെങ്കിൽ കിറ്റ് കൊണ്ട് കൊടുക്കാതെ റോഡിൽ പോയി വെച്ചതിന് ഞാൻ വീഡിയോ എടുത്തതിന് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് വരുവാണ്. പിന്നെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ടിനെ കണ്ട്. പിന്നെ അവരുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേനും പഞ്ചായത്ത് മെമ്പറിനെ കണ്ട് അവനോടും കാര്യം പറഞ്ഞ് പിന്നെ ഇങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ എത്താൻ വേണ്ടി കുറേ നേരം എടുക്കും. എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.